ലൈൻ ഇന്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലൈൻ ഇന്റഗ്രൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ അത് മേ ബി 2 ഡയമെൻഷണൽ 2D സ്പേസിലുള്ള ഒരു ഫംഗ്ഷൻ ആവാം, അല്ലെ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള XYZ കോർഡിനേറ്റ്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ആവാം. ഓക്കെ, നമുക്ക് ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രേറ്റ് ദിസ് വൺ ഓവർ എ കർവ് ആണ്. ഒരു കർവിൽ കൂടിയുള്ള ഇന്റഗ്രൽ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് ദിസ് ഫംഗ്ഷൻ ഓവർ കർവ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാൻ? ലൈൻ ഇന്റഗ്രൽ എന്ന് വിളിക്കാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 തരത്തിലാണ് ലൈൻ ഇന്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പഠിക്കാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ആണ് ഇവിടെ ആദ്യത്തെ ഈ പേജിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, 2 ഡയമെൻഷനിലോ 3Dയിലോ ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരു കർവിൽ കൂടി നമുക്ക് ആ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കർവിന്റെ ലെങ്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വിചാരിക്കും. അപ്പോൾ എസ് എന്ന് പറയുന്ന ആക്ച്വലി ആർക്ക് ലെങ്ത് ആണ്. ഇന്റഗ്രൽ ഓവർ ദിസ് കർവ് സി എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എസ് എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് ആണ്, ഇതിന്റെ ലെങ്ത് ആണ്. ഓക്കെ, ഡി എസ് എന്ന് പറയുന്ന അതിന്റെ വളരെ ചെറിയ ഒരു പോർഷന്റെ ലെങ്ത്. ഓക്കെ, ഇതാണ് കർവ്, അതിന്റെ വളരെ ചെറിയൊരു പോർഷന്റെ ലെങ്ത് ആണ് ഡി എസ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത്, അല്ലെങ്കിൽ ഈ ഡി എസ് വന്നു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് അല്ലെ, എങ്ങനെ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാന്നാണ് ആദ്യം നമ്മൾ പറയുന്നത്. നമുക്ക് ഇതിന്റെ മെത്തേഡ് ഓഫ് ഇന്റഗ്രൽ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതിയോ? എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇതിന്റെ ഫോർമുലാസ് മാത്രം അറിഞ്ഞാൽ മതി. ഇതിന്റെ തിയററ്റിക്കൽ ഡെവലപ്മെന്റിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ ഒരു കർവ് സി എന്ന് പറയുന്ന ഒരു കർവിനെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം തന്നെ കണ്ടിരുന്നു, ഇതുപോലെ തന്നിരിക്കുന്ന ഒരു കർവിനെ നമുക്ക് എപ്പോഴും ഒരു പാരാമെട്രിക് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും, റൈറ്റ്? ഒരു ഡയറക്റ്റഡ് കർവ്. ഓൾവേസ് വി റെപ്രസെന്റ് ദാറ്റ് ആസ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ. ഇത് 2 ഡയമെൻഷനിൽ, 3 ഡയമെൻഷനിൽ ആണെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് ഇസഡ് ഓഫ് ടി കെ എന്ന് കൂടി വരും. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു ആർക്കാണ്, അതിനെ നമ്മൾ ഈ രീതിയിൽ പാരാമീറ്ററൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു ടിയുടെ ഇനിഷ്യൽ വാല്യൂ എ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ടി ഇസ് ഈക്വൽ ടു ബി, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ എൻഡ് പോയിന്റ് ഓഫ് ദാറ്റ് കർവ്. ഓക്കെ, അപ്പോൾ എ മുതൽ ബി വരെ ഇതാണ് നമ്മുടെ കർവ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഇന്റഗ്രൽ എങ്ങനെയാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഓക്കെ, വെൻ സി ഈസ് പാരാമീറ്ററൈസ്ഡ് യൂസിങ് ആർ ഓഫ് ടി. ഓക്കെ, അപ്പോൾ അതിന്റെ ഇന്റഗ്രൽ ഫോർമുല ഇതാണ്, ഇന്റഗ്രൽ എ ടു ബി. ഈ ഇവിടെ തന്നിരിക്കുന്ന എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ടിയിലുള്ള ഫംഗ്ഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുക, എക്സ് ഓഫ് ടി കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അതായത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ കോഎഫിഷ്യന്റ് ഓഫ് ഐ. അതുപോലെ വൈ ഈസ് റീപ്ലേസ്ഡ് ബൈ വൈ ഓഫ് ടി, ദാറ്റ് മീൻസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ഓക്കെ, ഡി എസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ലെങ്ത് ഓഫ് പാർട്ടാണ് അല്ലേ, അപ്പോൾ ആർക്ക് ലെങ്ത് ആണ്. അപ്പോൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു കർവിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അപ്പോഴാണ് നമുക്ക് ആർക്ക് ലെങ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ ഫോർമുല, ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചാലും മതിയോ. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ശരിക്കും ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് കിട്ടും എക്സ് ഡാഷ് ഓഫ് ടി പ്ലസ് വൈ ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും അല്ലേ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഡെറിവേറ്റീവ് കാണണം, വൈഡിയും ഡെറിവേറ്റീവ് കാണണം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഓക്കെ, അതാണ് ആർക്ക് ലെങ്തിന്റെ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് ഫോർമുല. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് ടി വൈ ഓഫ് ടി സ്ക്വയർ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ. ഇതാണ് 2 ഡയമെൻഷനിലുള്ള ഒരു ഇന്റഗ്രൽ, ലൈൻ ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്. എന്നാൽ ഇങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അത് 3 ഡയമെൻഷനിലേക്ക് വരുമ്പോഴത്തേക്കും കോർഡിനേറ്റും കൂടി കൂടും, ഇസഡ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റും കൂടി കൂടും. അപ്പോൾ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ഇസഡ് ഓഫ് ടി ആൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഡാഷ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ഇസഡ് ഡാഷ് സ്ക്വയർ. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ട്, ഈ 2 ഫോർമുല വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക എന്നാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ദ ഗിവൺ പാരാമീറ്ററൈസേഷൻ ഇവാലുവേറ്റ് ദ ലൈൻ ഇന്റഗ്രൽ. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സി എന്ന് പറയുന്ന കർവിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് 2t ജെ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല അനുസരിച്ച് കണ്ടുപിടിക്കേണ്ടത്
എന്താണ് ഡി എക്സ്, ആദ്യം എക്സ് എന്താണെന്ന് നോക്കണം. എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഐ ആണ്, അത് ടി ആയിരിക്കും. ഓക്കെ, അതുപോലെ y എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് j ആണ്, അത് 2t ആയിരിക്കും. വാട്ട് ഈസ് dx? dx by dt. dx by dt എന്ന് വെച്ചാൽ ഇതിനെ t കൊണ്ട് ഡെറിവേറ്റീവ് ആണ്, 1 കിട്ടും. അതുപോലെ dy by dt, ഡെറിവേറ്റീവ് ഓഫ് 2t is just 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി കംപ്ലീറ്റ് ഈ പ്രോബ്ലത്തിനെ നമ്മൾ ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അതുപോലെ ഇവിടെ കംപ്ലീറ്റ് ടി എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ടിയുടെ വേരിയബിൾ എവിടെ മുതൽ എവിടെ വരെയാണ് ടിയുടെ വേരിയേഷൻ പറഞ്ഞിട്ടുണ്ട്? 0 to 1 വരെയാണ്. It's integral over c 1 plus xy square ds. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ഫോർമുല എങ്ങനെയാണ്? ഇന്റഗ്രൽ ഫ്രം 0 to 1 നമ്മൾ കംപ്ലീറ്റ് ടിയിലേക്ക് മാറ്റുകയാണ്. സോ ഇറ്റ്സ് ലൈക്ക് 1 പ്ലസ് എക്സ് എന്ന് പറയുന്നത് ടി ആണ്, y എന്ന് പറയുന്നത് 2t ആണ്. അപ്പോൾ അത് 2t the whole square ടൈംസ് ds. ds എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഫോർമുല ഇതായിരുന്നു, dx by dt the whole square plus dy by dt the whole square. ഇതാണ് ഫോർമുല. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇന്റഗ്രൽ ഫ്രം 0 to 1 1 plus 4t cube ടൈംസ് സ്ക്വയർ റൂട്ട് ഓഫ് dx by dt 1 ആണ്, dy by dt 2 ആണ്, 2 സ്ക്വയർ dt, അവസാനം ഒരു dt കൂടെ കിട്ടും. ഓൾറൈറ്റ്, ഇങ്ങനെയാണ് കിട്ടുക. ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് കിട്ടും. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ആണ്, അത് കോൺസ്റ്റന്റ് ആണ്, അതിനകത്ത് ടി ഒന്നുമില്ല. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ദാറ്റ് കംസ് ഔട്ട്. സോ ഇറ്റ്സ് ഇന്റഗ്രൽ സ്ക്വയർ റൂട്ട് ഓഫ് 5 ടൈംസ് ഇന്റഗ്രൽ 0 to 1. ഓക്കെ, 1 പ്ലസ് 4t ക്യൂബ് dt എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സി കംപ്ലീറ്റ് ഇതിപ്പോൾ ഒരു സാധാരണ ഇന്റഗ്രൽ ആയിട്ട് മാറി, കംപ്ലീറ്റ് ടിയിലുള്ള ഒരു 1 വേരിയബിൾ ഇന്റഗ്രൽ ആയിട്ട് മാറി. അപ്പോൾ ഈ ഇന്റഗ്രൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. സോ വിൽ ഗെറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇന്റഗ്രൽ ഓഫ് 1 is t പ്ലസ് ഇന്റഗ്രൽ ഓഫ് t ക്യൂബ് is t to the power 4 by 4. ഓക്കെ, ലിമിറ്റ് ഓഫ് ഇന്റഗ്രേഷൻ is from 0 to 1. സോ ഇറ്റ്സ് ലൈക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 5 ടൈംസ് അപ്പർ ലിമിറ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പ്ലസ് ഇവിടെ 4 ക്യാൻസൽ ചെയ്ത് കളയാം, t to the power 4. So it's 1 to the power 4. പവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 0 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2 സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് കിട്ടും. അതാണ് ഈ ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ആൻസർ. ഇന്റഗ്രൽ ഓവർ സി 1 പ്ലസ് എക്സ് വൈ സ്ക്വയർ ഡി എസിന്റെ ആൻസർ അതാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു സിമിലർ ക്വസ്റ്റൻ ആണ് ഇവിടെ തന്നിരിക്കുക. Try this as a homework. Okay, there is nothing more to do here because the value of t is given from 0 to 1. X is nothing but 1 minus t. Okay, in place of t, replace this t by what? 1 minus t. അതുപോലെ y എന്ന് പറയുന്നത് 2 minus 2t ആണ്. As in the same procedure, dx by dt ആണ്, dy by dt ആണ്, ഫോർമുല അപ്ലൈ ചെയ്യുക, അതിനകത്തേക്ക് ഇതെല്ലാം എക്സും വൈക്കും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, and then finally integrate ചെയ്യുക. Okay, so I think you can do this as a homework. Okay, and one more question. Evaluate the line integral over c xy plus z cube ds from 100 to minus 10 pi along the helix c that is represented by the parametric equation. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോയിന്റിൽ നിന്നും ഒരു പോയിന്റ് തന്നിരിക്കാം. അപ്പോൾ 3 ഡയമെൻഷനിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, സി 100 എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിൽ നിന്നും -10 പൈയിലേക്കുള്ള ഏതോ ഒരു പോയിന്റ്, ദിസ് ഇസ് -10 പൈ, this point is 100. Okay, ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഒരു ഹെലിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And this is the part of the helix, right? അപ്പോൾ ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. x എന്ന് പറയുന്നത് cos t, y is equal to sin t, z equal to t. യുടെ വേരിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0 to pi എന്നാണ്. ഓക്കെ, അപ്പോൾ x നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഫൈൻഡ് dx. dx by dt എന്ന് പറയുന്നത് മൈനസ് sin t ആണ്. And dy by dt, sin t derivative cos t ആണ്. And dz by dt, ഇതിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഓക്കെ, ഇതിന്റെ വേരിയേഷൻ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്, 0 to pi എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, therefore ഇന്റഗ്രൽ ഓവർ c xy plus z cube ds, ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യും നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഫ്രം ടിയുടെ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കിന് 0 to pi ആവും. എക്സ് എന്ന് പറയുന്നത് മൈനസ് sin t ആണ്,
y എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് cos t ആണ്. cos t, y എന്ന് പറയുന്നത് sin t ആണ്, പ്ലസ് z എന്ന് പറയുന്ന t ആണ്. സോ ദാറ്റ് ഈസ് tq ടൈംസ്, പിന്നെ നമുക്കൊരു ഫോർമുല പറഞ്ഞായിരുന്നു അല്ലേ, റൂട്ട് ഓഫ് ടൈംസ്, ഇതാണ് ഫോർമുല. അതായത് എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് ഇസഡ് ഡാഷ് സ്ക്വയർ, ഇതാണ് ഫോർമുല. ഓക്കെ, സോ ഇറ്റ്സ് ഇന്റഗ്രൽ 0 to pi cos t sin t plus tq times square root of x dash. x dash എന്ന് പറയുന്നത് sin t ആണ്, അപ്പോൾ മൈനസ് sin t the whole square പ്ലസ് y dash എന്ന് പറയുന്നത് cos t ആണ്, അപ്പോൾ cos t the whole square പ്ലസ് z dash എന്ന് പറയുന്നത് 1 ആണ്, സോ ഇറ്റ്സ് 1 square dt എന്ന് കിട്ടും. 1 square dt, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് sin square z plus cos square sin square t plus cos square t, അപ്പോൾ ഇത് 1 എന്ന് കിട്ടും അല്ലേ, ഇത് 1 എന്ന് കിട്ടും, ഇതും 1 എന്നാണ് കിട്ടുക. അപ്പോൾ 1 plus 1 2, അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട്, ഇത് കംപ്ലീറ്റ് സിംപ്ലിഫൈഡ് സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് കിട്ടും പാർട്ട്. ഓക്കെ, അത് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഫോർച്ചുനേറ്റ്ലി വി ഗോട്ട് ദിസ് വൺ ആസ് കോൺസ്റ്റന്റ് സ്ക്വയർ റൂട്ട് ഓഫ് 2, therefore we can take it out. So it's square root of 2 times integral 0 to pi. ഓക്കെ, ഞാനിവിടെ ചെറിയ ഇൻ്റഗ്രേഷൻ കാണാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. സൈൻ ടി കോസ് ടി എ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്, സൈൻ 2t/2 എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് ടി ക്യൂബ്. ഓക്കെ, ഡി ടി, ഇതാണ് പ്രോബ്ലം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ടൈംസ് സൈൻ 2tയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2t/2, ഓൾറെഡി 2 ഉണ്ട്, അപ്പോൾ അത് /4 ആവും, പ്ലസ് ടി ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ t to the power 4/4 ആണ്. And the limit of integration is from 0 to pi. Okay, അപ്പോൾ 0 to pi ആണ് ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. Okay, I'll write it on top. അപ്പോൾ വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ പൈ കൊടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 ടൈംസ് മൈനസ് കോസ് 2pi പ്ലസ് pi to the power 4/4 എന്ന് കിട്ടും, മൈനസ് 0 കൊടുക്കുമ്പോൾ കോസ് 0 1 ആണ്, അപ്പോൾ അത് പ്ലസ് 1 എന്ന് കിട്ടും, 1/4 എന്ന് കിട്ടും. റൈറ്റ്, കോസ് 2pi എന്ന് പറയുന്നത് 1 തന്നെയാണ്. റൈറ്റ്, കോസ് 2pi എന്ന് പറയുന്നത് കോസ് 0ക്ക് തുല്യമാണ്, അപ്പോൾ അത് 1 ആണ്. അപ്പോൾ ഈ -1 ഉം 1 ക്യാൻസൽ ആയിപ്പോൾ, ആൻഡ് യു വിൽ ഗെറ്റ് 4 സ്ക്വയർ റൂട്ട് ഓഫ് 2/4 ടൈംസ് pi to the power 4 എന്ന് കിട്ടും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 2 pi to the power 4/4 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഓക്കെ, വൺസ് അഗൈൻ യു ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഇൻ്റഗ്രൽ ചെയ്തൊക്കെ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് നമ്മൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്ന ഈ രീതിയിലാണ്. ഓക്കെ, ഓക്കെ, സെക്കൻഡ് ടൈപ്പ് പ്രോബ്ലം ഇതാണ്, ലൈൻ ഇൻ്റഗ്രൽസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ ആൻഡ് ഇസെഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഡി എസ് എന്നായിരുന്നു തരുന്നത്, വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത് ആയിരുന്നു തന്നിരുന്നത്. അങ്ങനെ ആർക്ക് ലെങ്ത് തരണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഡയറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സോ വിത്ത് റെസ്പെക്ട് ടു വൈയോ വിത്ത് റെസ്പെക്ട് ടു ഇസഡോ ഒക്കെ ചോദിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്, നമ്മൾ വേറെ ഫോമുല ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. റീപ്ലേസ് എല്ലാ വേരിയബിളിനെയും എക്സ് വൈ ഇസെഡ്, അതുപോലെ ഡി എക്സോ ഡി വൈയോ ഡി ഇസഡോ ഏതാണോ വന്നിരിക്കുന്നത് എല്ലാത്തിനെയും എന്തിലേക്ക് മാറ്റുക, കംപ്ലീറ്റ് ടി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റുക. അതൊരു സാധാരണ 1 വേരിയബിൾ ഇൻ്റഗ്രൽ ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡി എസ് വരുമ്പോഴാണ് നമുക്ക് ആർക്ക് ലെങ്ത്തിന്റെ ഫോമുല അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യേണ്ടത് അപ്പോഴാണ്. ആർക്ക് ലെങ്ത് വരുന്നില്ല എങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം, ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ടി എക്സ് വൈ ഡി വൈ, ഇതാണ് പ്രോബ്ലം. Where C is the line joining 0, 0 and 1, 2 with the given orientation. ഇതാണ് പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സി എന്ന് പറയുന്ന കർവിനെ കുറിച്ചിട്ടാണ്. And what is C? Okay, given that C is a line segment joining 0, 0, ഇത് 2-dimensional കേസ് ആണ്, 0, 0 and 1, 2. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുക. ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന കർവ്.
ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് ആർ ഓഫ് ടി എന്ന് കണ്ടുപിടിക്കണം. റൈറ്റ്, അപ്പോൾ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 പോയിന്റ് ഫോർമുല അല്ലേ, ഫോർമുല നമുക്ക് അറിയായിരിക്കും. y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ഇതാണ് ഫോർമുല. അപ്പോൾ x1ഉം y1ഉം 0 0യും, അപ്പോൾ ഈ പോയിന്റ്, രണ്ട് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇത് 0 0, ഈ പോയിന്റ് 1 2. ഓക്കെ, അപ്പോൾ ഇതിന്റെ എക്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ എക്സിന്റെ വേരിയേഷൻ ആയിരിക്കും എന്ത്, 0 to 1 എന്ന് പറയുന്ന വേരിയേഷൻ. ഇതാണ് എക്സിന്റെ വേരിയേഷൻ. ഇതാണ് എക്സിന്റെ വേരിയേഷൻ. ആൻഡ് ദിസ് ഹൈറ്റ്, ദിസ് ഈസ് ദ y വേരിയേഷൻ. Alright, so x varies from 0 to 1 ആണ്. ഇതാണ് എക്സിന്റെ വേരിയേഷൻ. y varies from again 0 to 2 ആണ് yയുടെ വേരിയേഷൻ. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് x1 y1 എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് x2 y2 എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1, ഇതാണ് x1 y1. y1 x1 0 ആണ്. അപ്പോൾ y മൈനസ് 0 ബൈ y2, y2 is 2 is equal to x മൈനസ് 0 ബൈ x2, x2 is 1. അപ്പോൾ നമുക്ക് കിട്ടും y is equal to 2x എന്ന് കിട്ടും. അപ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ബട്ട് സ്റ്റിൽ ദിസ് ഈസ് നോട്ട് എ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. നമുക്കൊരു കാർട്ടീഷ്യൻ ഇക്വേഷനാണ് കിട്ടിയിരിക്കുക. y is equal to 2x എന്ന് പറയുന്ന ഒരു കാർട്ടീഷ്യൻ ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഈ ലൈൻ്റെ ഇക്വേഷൻ മാത്രം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നൗ കം ബാക്ക് ടു ദിസ് പ്രോബ്ലം. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ടി എന്ന് പറയുന്ന കർവിനെ ആർ ഓഫ് ടി ആയിട്ട് എടുക്കാം. ആർ ഓഫ് ടി, റൈറ്റ്. ആർ ഓഫ് ടിയുടെ ഫോർമുല എപ്പോഴും xi പ്ലസ് yj എന്നാണ്, ശരിയല്ലേ? അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സിന് ഒരു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ടി. എക്സിനെ നമ്മൾ വെറുതെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും y എന്ന് പറയാം? y എന്ന് പറയുന്നത് 2t ആയിരിക്കും. ബിക്കോസ് y ഇസ് ഈക്വൽ ടു 2x എന്നറിയാം അല്ലേ? അപ്പോൾ എക്സിന് ടി കൊടുത്താൽ y എന്തായിരിക്കും? 2t ആയിരിക്കും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ടി ആൻഡ് y ഇസ് ഈക്വൽ ടു 2t. അപ്പോൾ ആർ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. അതായത് ti പ്ലസ് 2tj എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർ ഓഫ് ടി കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് എന്താണ് എക്സ് ഓഫ് ടി എന്ന് പറയാം അല്ലേ? എക്സ്, ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറയുന്ന ടി, y ഇസ് ഈക്വൽ ടു 2t എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഓറിയന്റേഷൻ എവിടെ നിന്നാന്ന് നോക്കൂ. ഫസ്റ്റ് എയിൽ പറഞ്ഞിരിക്കുക 0 0ൽ നിന്ന് 1 2ലേക്ക്. ഈ ഓറിയന്റേഷൻ തന്നിരിക്കുക. ഇതാണ് നമ്മുടെ ഓറിയന്റേഷൻ. നേരെ മുകളിലേക്കാണ് ഓറിയന്റേഷൻ പറഞ്ഞിരിക്കുക അല്ലെ? ഇങ്ങനെയാണ് ഓറിയന്റേഷൻ വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഓറിയന്റേഷൻ. ഇനി നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. എന്താണ് ഇന്റഗ്രൽ കാണേണ്ടത് നോക്കൂ. ഇന്റഗ്രൽ ഓവർ സി പി എക്സ് വൈ ഡി വൈ, ഇത്രയും സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം, റൈറ്റ്. അപ്പോൾ ഇന്റഗ്രൽ 3 ടൈംസ് എന്താണ് എക്സ്, എക്സിന് പകരം കംപ്ലീറ്റ് നമ്മൾ ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ ടി ആൻഡ് y is replaced by 2t and what is dy. ഇവിടെ എന്താണോ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ dy അല്ലേ? അപ്പോൾ y നമുക്കറിയാലോ, y is 2t. അപ്പോൾ dy എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 times derivative of t is 1 times dt. ഇതാണ് dy is equal to 2 dt എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ yയുടെ വേരിയേഷൻ 2, ഇതാണ് സംഭവം. അപ്പോൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് എവിടെ എത്തി? ടിയിൽ മാറി. കംപ്ലീറ്റ് ടിയിലുള്ള ഒരു സാധാരണ ഇന്റഗ്രലിലേക്ക് മാറി. നൗ വി നീഡ് ടു ഫൈൻഡ് ദി ലിമിറ്റ് ഓഫ് ടി. ഓക്കെ, അപ്പോൾ ടിയുടെ വേരിയേഷൻ അറിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സോ വാട്ട് ഈസ് ദ വേരിയേഷൻ ഓഫ് ടി ഓർ വാട്ട് ഈസ് ടി? ടി ഈസ് നത്തിങ് ബട്ട് എക്സ്, റൈറ്റ്? ടി ഈസ് നത്തിങ് ബട്ട് എക്സ്. സോ ദ വേരിയേഷൻ ഓഫ് ടി will be the same as the variation of x, and here x varies from 0 to 1, therefore t also varies from 0 to 1. Okay, അപ്പോൾ അത് നമുക്ക് പറയാം എക്സ് 0ൽ നിന്നും 1ലേക്ക് വേരി ചെയ്യുന്നു, therefore t also varies from 0 to 1. Okay, x equal to t ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ടിയുടെ വേരിയേഷൻ ഫ്രം 0 to 1 ആണ്. അപ്പോൾ നമുക്ക് ലിമിറ്റും കിട്ടി 0 to 1. Okay, now we can find the integral of that. So the answer is integral is equal to integral 0 to 1. See, when you simplify this one, 6 times 3 times 2 times 2, 12 t square എന്ന് കിട്ടും. 12 t square. Okay, 12 t square dt എന്ന് കിട്ടും. Integrate ചെയ്യുമ്പോൾ 12 t cube by 3 from 0 to 1. Okay, 3 12 cancel ആയി പോയിട്ട് 4 കിട്ടും. ആൻഡ് അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ.
അപ്പോൾ എയുടെ ആൻസർ ആണ് നമ്മൾ ഈ പറഞ്ഞത് 4 എന്നാണ് എയുടെ ആൻസർ കിട്ടുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് പാർട്ട് നോക്കാം. ബി പാർട്ടിൽ ആകെയുള്ള വ്യത്യാസം സെയിം കർവ് ആണ്. ആകെ പറഞ്ഞിരിക്കുന്നത് ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുക. ഓറിയന്റഡ് ഫ്രം 1 to 0 0. ദാറ്റ് മീൻസ് ഇൻ ദ റിവേഴ്സ് ഓർഡർ. ഡയറക്ഷൻ മാറി, കർവിന്റെ ഡയറക്ഷൻ മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് കർവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓറിയന്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സിന്റെ വേരിയേഷൻ എപ്പോഴും 0 to 1 ആണ്, വൈയുടെ വേരിയേഷൻ 0 to 2 ആണ്. ഇതാണ് എക്സ്, ഇതാണ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഇന്റഗ്രൽ ഓവർ സി, പ്രോബ്ലം ഇസ് 3xy dy 3xy dy, and when you substitute all this you will get integral 3 times x t ആണ്, y 2t ആണ്, dy എന്ന് പറയുന്നത് 2 dt ആണ്. ഇതിലൊന്നും വ്യത്യാസമില്ല, ബട്ട് ഓൺലി ദ ലിമിറ്റ്. ഓക്കെ, ഈ ലിമിറ്റ് വ്യത്യാസമുണ്ട്, കാരണം ഇവിടുന്ന് ഇങ്ങനെയാണ് ലിമിറ്റ് വരിക. ഇതല്ല, അപ്പോൾ നമ്മൾ എക്സിന്റെ ലിമിറ്റ് തന്നെ ആയിരിക്കും ടിയുടെ ലിമിറ്റും അല്ലേ, ബിക്കോസ് x is equal to t. So here x varies from 1 to 0, just reverse direction ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം, 1 to 0. ഓക്കെ, 1 to 0. അപ്പോൾ നമുക്ക് ലിമിറ്റ് കിട്ടുന്ന സെയിം ഫംഗ്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഇത് ഇന്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടുക, അതായത് 4t³ എന്ന് കിട്ടും. ആൻഡ് ഫ്രം 1 to 0, സോ ദ ആൻസർ ഈസ് -4. ഓക്കെ, അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഓറിയന്റേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? നെഗറ്റീവ് കിട്ടി. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ പ്രോബ്ലം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സി എന്ന് പറയുന്ന കർവ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ഡയറക്ട്ലി, ബട്ട് we had to find it. Okay, and it was given that here C was a straight line joining these 2 points. Okay, അപ്പോൾ അങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട്, and we know how to find the equation of a straight line. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിച്ചു. then we parameterize it. എന്നിട്ട് എക്സും വൈയും എല്ലാം കംപ്ലീറ്റ് എന്നതിനെ ഇങ്ങോട്ട് മാറ്റി, ടിയിലേക്ക് മാറ്റി, and we find the limit of t. ഓക്കെ, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ പ്രോബ്ലം നമ്മൾ ചെയ്തത്. ഓക്കെ, let's see one more problem. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഓവർ സി 2xy dx plus x² y² dy along a circular arc C given by x is equal to cos t and y is equal to sin t. ഇതിപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ആർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ റേഡിയസ് 1 ആണ്. ഇതാണ് നമ്മുടെ കർവ്, ഇതാണ് ആർക്ക് എന്ന് പറയാം. 0 to π/2 ആണ് ടിയുടെ വേരിയേഷൻ, ആംഗിളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എക്സ്, അപ്പോൾ ഡി എക്സും ഡി വൈയും കാണണം. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ എക്സിന് നമുക്ക് കോസ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് പകരം സൈൻ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബട്ട് ഡി എക്സ് അത് നമ്മൾ കണ്ടുപിടിക്കണം, ഡി വൈയും കണ്ടുപിടിക്കണം, പിന്നെ ലിമിറ്റും കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ. ഡി എക്സ് ഇസ് നത്തിങ് ബട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി, ദാറ്റ് ഇസ് മൈനസ് സൈൻ ടി ഡി ടി, ആൻഡ് ഡി വൈ ഇസ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി കോസ് ടി ഡി ടി. അത് രണ്ടും കിട്ടി. സോ ഇന്റഗ്രൽ 2xy dx plus x² plus y² dy is equal to integral 2 times x is what? X is cos t, y is sin t, dx is minus sin t dt plus അടുത്തത് x² plus y². x² എന്ന് പറയുന്നത് cos² t plus sin square t and dy. dy is cos t dt. Okay, and variation of t is from 0 to π/2. Simplify here, integral 0 to π/2. Okay, ഇതിപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2. ഓക്കെ, ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ 2 times 2 ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, വെയിറ്റ്. 2 cos t മൈനസ് ഉണ്ട്, sin t times sin t sin square t dt പ്ലസ് അടുത്ത് cos square t plus sin square t, അത് 1 ആണ്. അപ്പോൾ cos t dt എന്ന് കിട്ടും. cos t dt എന്ന് കിട്ടും. രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും മതിയോ? ഓക്കെ, രണ്ടായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, sin t ക്ക് നമ്മളൊരു u എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. sin t ഈക്വൽ ടു u. അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് cos t ആണ്.
അപ്പോൾ ഡെറിവേറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പറയാം, -2 ടൈംസ്, അപ്പോൾ സൈൻ ടിക്ക്, അതായത് സൈൻ ടിക്ക് നമ്മൾ യു എന്ന് കൊടുത്താൽ കോസ് ടി എന്ന് പറയുന്നതായിരിക്കും ഡി യു. ഓക്കെ, കോസ് ടി ഡി ടി എന്ന് പറയുന്നതായിരിക്കും ഡി യു. അപ്പോൾ നമ്മൾ ഇതിനെ യു എന്ന് കൊടുത്താൽ ഇത് യു സ്ക്വയർ ആവും, റൈറ്റ്. അപ്പോൾ യു സ്ക്വയറിന് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ യു ക്യൂബ് ബൈ 3, യു എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ ടി ആണ്. അപ്പോൾ സൈൻ ടി ഹോൾ ക്യൂബ് ബൈ 3 എന്ന് കിട്ടും, പ്ലസ് കോസ് ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ടിയുടെ ഇൻ്റഗ്രൽ സൈൻ ടി, റൈറ്റ്. ലിമിറ്റ് ഈസ് ഫ്രം 0 to π/2 which is equal to sin π/2 കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക ഫസ്റ്റ്. അപ്പോൾ -2/3 sin π/2 1 ആണ്, പ്ലസ് അഗെയിൻ sin π/2 കിട്ടും, sin π/2 വീണ്ടും 1 ആണ്. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് രണ്ടും 0 കിട്ടും, -0. ഓക്കെ, അപ്പോൾ 1 - 2/3, ആൻസർ ഈസ് 1/3. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഈ ഇന്റഗ്രേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സൈൻ ടിക്ക് നമ്മൾ യു എന്ന് കൊടുത്തു, ഇത് യു ആയി. ഇപ്പൊ കോസ് ടി ഡി ടി ഡി യു ആയി. അപ്പൊ ഇത് യു സ്ക്വയർ ഡി യു എന്നാവും ഇത് കംപ്ലീറ്റ്. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ യു ക്യൂബ് ബൈ 3, റൈറ്റ്. യു ക്യൂബ്, യു എന്ന് വെച്ചാൽ എന്താണ്, സൈൻ ടി ആണ്. അപ്പോൾ അത് സൈൻ ക്യൂബ് ബൈ 3 അങ്ങനെ ഡയറക്റ്റ് എഴുതാണ് കേട്ടോ. ഓക്കെ, അതുപോലെ കോസ് ടിയുടെ ഇന്റഗ്രൽ സൈൻ ടി ആണ്. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/3 എന്നാണ്. ബേസിക് ഇന്റഗ്രേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇന്റഗ്രേഷൻസിലേക്കൊന്നും നമ്മളിവിടെ പോകുന്നില്ല, ബട്ട് ബേസിക് ഇന്റഗ്രേഷൻസ് അറിഞ്ഞിരിക്കണം, റൈറ്റ്.